2007 LDC കണ്ണൂർ ജില്ലയിൽ നടന്ന ചോദ്യങ്ങളാണ്. 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിംല കരാർ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ആൻസർ ഓപ്ഷൻ ബി ആണ് കാവേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗോവ. മിസോറാമിന്റെ തലസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ് ഐസോൾ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് എത്ര കാലം ആ പദവി അലങ്കരിക്കാം? ആൻസർ ഓപ്ഷൻ എ ആണ് 6 മാസം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ്. നിയമനിർമ്മാണത്തിന്റെ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ആൻസർ ഓപ്ഷൻ സി ആണ് ബോംബെ സമാചാർ. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കുച്ചിപ്പുടി. റുപ്യ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഷേർഷാ. സാറേ ജഹാം സെ അച്ച എന്ന പ്രസിദ്ധ ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഹമ്മദ് ഇക്ബാൽ. കണ്ണകിയുടെ കഥയായ ചിലപ്പതികാരം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇളങ്കോ അടികൾ. വന്ദേ മാതരത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞൻ. ആൻസർ ഓപ്ഷൻ എ ആണ് രാമസ്വാമി ദീക്ഷിതർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രവീന്ദ്രനാഥ ടാഗോർ. സതി നിർത്തലാക്കിയ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ സി ആണ് വില്യം ബെന്റിക്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആന്റിഷിപ്പ് മിസൈലിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രഹ്മോസ്. ഭാരതത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യ ഇൻ ദ ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് PC അലക്സാണ്ടർ. ഭൂമി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് തിരിയുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രധാന മാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സൂര്യൻ കിഴക്ക് അസ്തമിക്കുന്നു. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആഗ്നേയ ശില. കമ്പ്യൂട്ടറിന്റെ തൊട്ടു നോക്കാവുന്ന ഭാഗങ്ങളെല്ലാം ചേർത്ത് നൽകിയിരിക്കുന്ന പേര്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹാർഡ്വെയർ. സൗജന്യമായി ഇമെയിൽ സൗകര്യം ലഭ്യമാക്കുന്ന ഇന്റർനെറ്റിലെ പ്രശസ്തമായ സൈറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹോട്ട്മെയിൽ. മണ്ണുപയോഗിക്കാത്ത ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നതിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രോപോണിക്സ്. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് സിലിക്കൺ. വിളക്കുനാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേശികത്വം. ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബൾബിലെ ഫിലമെന്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കാൻ. നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്ലൈക്കോജൻ. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കണ രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ ഡി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് കോഴിക്കോട്. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിതയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ് അരുന്ധതി റോയ്. ലോക്സഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 545. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്.
ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഇന്ത്യൻ വംശജനായ അഭിമന്യു മിശ്ര. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിന്റെ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. ദേശീയ കായിക ദിനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 29. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ആൻസർ ഓപ്ഷൻ സി ആണ് പാത്തോളജി. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ച തത്വചിന്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അരിസ്റ്റോട്ടിൽ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മാർച്ച് 8. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നത് ഏത് സംസ്ഥാനങ്ങൾ തമ്മിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേരളവും തമിഴ്നാടും. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കറുപ്പ്. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന. കേരളത്തിൽ വനപ്രദേശമില്ലാത്ത ജില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ. കേരളത്തിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരിങ്ങാലിക്കുട. കേരളത്തിന്റെ തനതായ നൃത്തരൂപത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മോഹിനിയാട്ടം. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പറവൂർ. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം വഴിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആര്യങ്കാവ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച സർവകലാശാലയുടെ പേരെന്ത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിനം? ആൻസർ ഓപ്ഷൻ എ ആണ് ചിങ്ങം 1.